ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സിൻഡിക്കേറ്റിന് മുന്നിൽ സർവകലാശാല ഉപസമിതി ശുപാർശ. 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണമെന്നാണ് ശുപാർശ. അതേസമയം ലോ അക്കാദമിയുടെ അഫിലിയേഷൻ സംബന്ധിച്ച രേഖകൾ സർവകലാശാലയിൽ ഇല്ലെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ലോ അക്കാദമിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ഉള്ളത്. ലേഡീസ് ഹോസ്റ്റലിലടക്കം CCTV ക്യാമറകൾ സ്ഥാപിച്ചത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അസുഖം ബാധിച്ച കുട്ടികളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഉപസമിതി റിപ്പോർട്ട്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, അതീവ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഉപസമിതി കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഏതായാലും സമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിശദമായ ചർച്ച തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷവും സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതായിരിക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് പരീക്ഷാ ചുമതലകളിൽ നിന്നും ഡീബാർ ചെയ്യണം എന്നൊരാവശ്യമാണ് ഉപസമിതിയുടെ കൺവീനർ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഹാജർ നില ആവശ്യത്തിനില്ലാത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം താൽക്കാലികമായി പ്രസിദ്ധീകരിക്കരുത് എന്നൊരാവശ്യവും അവർ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്മി നായരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരാവശ്യം സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് നിയമപരമായി അതിന് സാധുതയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏത് തരത്തിലൊരു നടപടിയാകും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്രത്തോളം ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെയാണ് ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ടും ലോ അക്കാദമി പ്രിൻസിപ്പലിനെതിരെയുമായി സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ കണ്ടെത്തലുകൾ രാവിലെ തന്നെ ഉപസമിതി അന്തിമ യോഗം ചേർന്ന് അത് VC-ക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഉപസമിതിയുടെ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഐകകണ്ഠ്യേന തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗീകരിച്ചത്. ഇതിൽ വിശദമായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈ ചർച്ചയിൽ ഏത് രീതിയിൽ ഒരു നടപടി ഉണ്ടാകണം ഈ വിഷയത്തിൽ എന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ കൂടുതലായി നടക്കുന്നത്. കാരണം ഇതിൽ നിയമപരമായി ഇടപെടുന്നതിന് വളരെയധികം തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൽസ്ഥാനത്ത് നിന്നും പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റാൻ വേണ്ടിയുള്ളൊരു സാധ്യത അതില്ല. അതിന് പകരം ഏത് രീതിയിൽ ഇതിലൊരു നടപടി സ്വീകരിക്കണം, ആ കോളേജിലെ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ സമിതിയെ നിയോഗിക്കണം, ആ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് വിശദമായി സമിതി പരിശോധിക്കുന്നത്. കാരണം ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഹാജർ ഇല്ലാത്ത കുട്ടികൾക്ക് ഇന്റേണൽ മാർക്ക് അധികമായി നൽകുന്നു. ലോ അക്കാദമിയിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ലക്ഷ്മി നായരുടെ മരുമകൾ ആകാൻ പോകുന്ന കുട്ടിക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ആ കുട്ടിക്കൊപ്പമുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ഇത് വലിയ തോതിൽ തന്നെയാണ് വിദ്യാർത്ഥികളിൽ നിന്നും പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ലോ അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോൾ 18ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതും വലിയ ഒരു വസ്തുതയാണ്. ഈ ഒക്കെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഉപസമിതിയുടെ കണ്ടെത്തലുകളെ വിശദമായി തന്നെ ചർച്ച ചെയ്ത് ഒരു നടപടി സ്വീകരിക്കുകയാണ് സിൻഡിക്കേറ്റിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ അത് ഏത് രീതിയിൽ ഒരു നടപടിയാകും എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് വലിയ നിയമപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അഫിലിയേഷൻ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെയും പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം കോളേജിൽ നടന്നിട്ടുള്ള മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ട് താനും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി വിശദമായ ഒരു നിരീക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇതിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പീഡനം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. അത് ഐകകണ്ഠ്യേന തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ടിനെ അംഗീകരിച്ചിട്ടുമുണ്ട് സിൻഡിക്കേറ്റ് യോഗം. പക്ഷേ ഇതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ചാണ്. അതിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് ഇതിലെ വലിയൊരു പ്രശ്നം. അതോടൊപ്പം തന്നെ VC ഇന്ന് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ലോ അക്കാദമിയുടെ അഫിലിയേഷൻ സംബന്ധിച്ചുള്ള ഒരു രേഖകളും സർവകലാശാലയുടെ പക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ട് അത് കോടതിയിൽ പോയാൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നൊരു സംശയവും VC പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങളിൽ ഏത് രീതിയിൽ ഒരു നടപടി ഉണ്ടാകും എന്നത് സംബന്ധിച്ചൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും അതിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണ മേൽനോട്ടത്തിൽ നിന്നും മേൽനോട്ടം നേരിട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ മേൽനോട്ടത്തിൽ നടത്തിയാൽ പോലും പ്രിൻസിപ്പലിനെ മാറ്റുന്ന കാര്യത്തിൽ അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് മാനേജ്മെന്റിന്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. ഈ വിഷയത്തിൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇന്ന് ചർച്ചകൾക്ക് ശേഷം സിൻഡിക്കേറ്റ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഈ സമിതിയും ഉപസമിതിയും കണ്ടെത്തിയിട്ടുള്ളത് ലക്ഷ്മി നായർക്കെതിരെ. ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ
വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെൻറ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ KPCC വിശാല നിർവാഹക സമിതി യോഗത്തിന് ശേഷം പ്രസിഡന്റ് VM സുധീരൻ സംസാരിക്കുകയാണ്. തത്സമയം റിസർവ് ബാങ്ക് അധികൃതരുടെ വെളിപ്പെടുത്തൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ജനദ്രോഹ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരുമായിട്ടു സംസ്ഥാന സർക്കാരിൻ്റെ നിഷ്ക്രിയ നിലപാടാണ് റേഷൻ സംവിധാനത്തെ ആകെ തകർത്തത്. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ, കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ യഥാസമയം കണ്ട് അറിയിക്കാൻ പോലും കഴിഞ്ഞില്ല. അവസാനം പ്രധാനമന്ത്രിയെ കണ്ടു, കേന്ദ്രമന്ത്രിമാരെ കണ്ടു, സംതൃപ്തി രേഖപ്പെടുത്തി ഡൽഹിയിൽ നിന്നും പോന്നെങ്കിലും കേരളത്തിലെ അവസ്ഥ കൂടുതൽ ദയനീയമാകുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. പൊതുവിപണിയിൽ അരിയുടെ വിലയ്ക്ക് വൻ വർധനവാണ് ഉണ്ടാകുന്നത്. ഇനിയും രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കാതെ ജനങ്ങളുടെ ഈ ജീവൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ റേഷൻ സംവിധാനം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അതോടൊപ്പം പൊതുവിപണിയിലെ വിലവർധനവ് തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമാധാന ജീവിതത്തിനും മാതൃകയായിരുന്ന കേരളം ഇന്നൊരു കലാപഭൂമിയാകുന്ന അവസ്ഥയിലെത്തി എന്നുള്ളതാണ് KPCCയുടെ വിലയിരുത്തൽ. കേന്ദ്ര ഭരണകക്ഷിയായ BJPയും സംസ്ഥാനത്തെ ഭരണം നയിക്കുന്ന CPMഉം അക്രമത്തിൻ്റെ പാതയിലാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ സംഘടനകൾ വർദ്ധിക്കുന്നു. ബോംബ് നിർമ്മാണവും ആയുധ ശേഖരവും വ്യാപകമാകുന്നു. CPMഉം BJPയുമാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം പഴി പറഞ്ഞുകൊണ്ട് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് അവർ നിഷേധിക്കുന്നത്. VM സുധീരൻ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. UPയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ ആരംഭിക്കും. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം എന്ന മുദ്രാവാക്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും പ്രചാരണത്തിന് നേരിട്ടെത്തും. അതേസമയം BJPയിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ പൊട്ടിത്തെറി രൂക്ഷമായി.
ബീഹാറിൽ ബി.ജെ.പിയെ തറപറ്റിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് തന്ത്രമാതൃകയിൽ സമാജ്വാദി കോൺഗ്രസ് പ്രചാരണം നാളെ മുതൽ ഉത്തർപ്രദേശിൽ ആരംഭിക്കും. അഖിലേഷും രാഹുൽ ഗാന്ധിയും സംയുക്തമായാണ് നേരിട്ട് നാളെ പ്രചാരണത്തിനെത്തുക. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം യു.പിയുടെ സ്വന്തം പുത്രന്മാർ എന്ന വാക്യങ്ങളിലാണ് രാഹുലിന്റെയും അഖിലേഷിന്റെയും പ്രചാരണം. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രംഗത്തുണ്ടാകും. ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമാജ്വാദി കോൺഗ്രസ് സഖ്യം കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഭരിക്കാനുള്ള ഭൂരിപക്ഷം 202 ആയിരിക്കെ 192 മുതൽ 196 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് പരമാവധി ലഭിക്കുകയുള്ളൂ എന്നാണ് ആദ്യഘട്ട സർവേ ഫലങ്ങൾ. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് 178 മുതൽ 182 സീറ്റുകൾ ലഭിക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി തെരഞ്ഞെടുക്കപ്പെടുമെന്നും ആദ്യഘട്ട സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടയിൽ സീറ്റ് വിഭജനത്തിൽ ബി.ജെ.പിക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഘടകത്തിന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ ബി.ജെ.പി ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം തീരാൻ ഇനി 5 ദിവസങ്ങൾ മാത്രം ബാക്കി. അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ ബി.ജെ.പി സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ ബി.ജെ.പി സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന ബി.ജെ.പി ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാശ്മീരിൽ സൈനിക പോസ്റ്റിന് മുകളിൽ വീണ്ടും മഞ്ഞുമലയിടിഞ്ഞു. 5 സൈനികരെ കാണാതായി. കുപ്വാരയിലാണ് സംഭവ വിവരങ്ങളുമായി സന്തോഷ് സാർലിംഗ് ചേർന്നുണ്ട്. സാർലിംഗ്, വിശദാംശങ്ങൾ. സൗമ്യ, ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ്. ഇന്ന് കുപ്വാര ജില്ലയിലുണ്ടായ മഞ്ഞുവീഴ്ചയിലാണ് സൈനിക ക്യാമ്പിന് മുകളിൽ മഞ്ഞ് വീണതായി സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവിടെ 5 സൈനികരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയുള്ള മഞ്ഞുവീഴ്ചയെ തുടർന്ന് ബന്ദിപ്പൂർ ജില്ലയിലെ ഗുരേഖ് സെക്ടറിൽ 14 സൈനികരാണ് മരിച്ചത്. ഇവിടെ 4 സൈനികരുടെ മൃതദേഹങ്ങൾ ഇന്നലെയും 10 പേരുടെ നേരത്തെയും കണ്ടെത്തിയിരുന്നു. വലിയ ദുരിതമാണ് ഇപ്പോൾ സൈന്യം ആ മേഖലയിൽ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ ഈ മഞ്ഞു വീണ് മൂടിപ്പോയ സൈനികരെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമം നടത്തുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നും ആർമി ആസ്ഥാനത്ത് നിന്നും അറിയിക്കുന്നത്. സന്തോഷ് സാർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. സഞ്ജയ് ലീല ബൻസാലിക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ബൻസാലിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളും രംഗത്തെത്തി. ബൻസാലിയുടെ പുതിയ ചിത്രമായ പത്മാവതിയിൽ അലാവുദ്ദീൻ ഖിൽജിയും രജപുത്ര രാജ്ഞിയും തമ്മിലുള്ള പ്രണയരംഗം ജോധ്പൂരിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് ബൻസാലിക്ക് സംഘപരിവാർ മർദ്ദനമേറ്റത്. പുതിയ ചിത്രമായ പത്മാവതിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന രാജസ്ഥാനിലെ ജയ്ഗാവ് കോട്ടയിലാണ് സഞ്ജയ് ലീല ബൻസാലിക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. രജപുത് കർണി സേനയുടെ പ്രവർത്തകരാണ് ബൻസാലിയെ ആക്രമിച്ചത്. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബൻസാലിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ തലമുടി അക്രമികൾ പിഴുതെടുത്തു. ബൻസാലി പത്മാവതി എന്ന ചിത്രത്തിൽ രജപുത് രാജ്ഞിയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിത്രത്തിൽ രാജ്ഞി പത്മിനിയും ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉണ്ടെന്നാണ് ആക്ഷേപം. ചിത്രത്തിൽ ഇത്തരം രംഗങ്ങൾ നീക്കണമെന്നും അക്രമികൾ ഭീഷണി മുഴക്കി. സഞ്ജയ് ലീല ബൻസാലിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാ ലോകത്തു നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നുവന്നു. സിനിമാ താരങ്ങളായ ഋത്തിക് റോഷൻ, ആലിയ ഭട്ട്, കരൺ ജോഹർ, അനുരാഗ് കശ്യപ് തുടങ്ങിയവർ ഉറച്ച പിന്തുണയുമായി ട്വിറ്ററിൽ രംഗത്തെത്തി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഋത്തിക് റോഷൻ ട്വിറ്ററിൽ കുറിച്ചത്. സിനിമാ ലോകം ഒന്നടങ്കം ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ്. അമേരിക്കയുടെ അതിർത്തികൾ അഭയാർത്ഥികൾക്കായി തുറന്നിടണമെന്ന് സുക്കർബർഗ് ഫേസ്ബുക്കിൽ കുറിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗിന്റെ അഭിപ്രായം പുറത്തെത്തുന്നത്. സിറിയൻ അഭയാർത്ഥികളെയും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും തടയുന്ന ട്രംപിന്റെ നിലപാടുകളെ നിശിതമായി വിമർശിക്കുകയാണ് സുക്കർബർഗ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. രാജ്യസുരക്ഷ എല്ലാവരുടെയും ആശങ്കയാണ്, എന്നാൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചാകണം നിയന്ത്രണമെന്നും സുക്കർബർഗ് പറയുന്നു. നാം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സഹായം ആവശ്യപ്പെടുന്ന അഭയാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടണം. ഫേസ്ബുക്ക് പോലെ തന്നെ മറ്റു പല ടെക്നോളജി കമ്പനികളിലെയും പ്രഗത്ഭരായ എഞ്ചിനീയർമാരും തൊഴിലാളികളും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും സുക്കർബർഗ് ഓർമ്മിപ്പിക്കുന്നു. സുക്കർബർഗിന്റെ ഭാര്യ പ്രിസ്റ്റിലയും അദ്ദേഹത്തിന്റെ പൂർവികരും കുടിയേറ്റക്കാരാണ്. അമേരിക്ക കുടിയേറ്റക്കാരുടെ നാടാണെന്നും അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും സുക്കർബർഗ് ട്രംപിനോട് പറയുന്നു. കുടിയേറ്റക്കാരെ തടയുന്നതിന് മെക്സിക്കൻ അതിർത്തിയിൽ ഒപ്പുവെച്ച തീരുമാനത്തിൽ വലിയ പ്രതിഷേധമാണ് ട്രംപിനെതിരെ ഉയരുന്നത്. അതേസമയം അഭയാർത്ഥികൾക്കെതിരെയുള്ള ട്രംപിന്റെ നടപടി ഹൃദയഭേദകമെന്ന് നൊബേൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ്സായും പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവരുടെ ഭാഗത്തു നിന്നും യുക്തിരഹിതമായ പ്രചരണങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ അന്ധവിശ്വാസവും അനാചാരവും മടക്കിക്കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. ഇതിനെതിരെ ശാസ്ത്രജ്ഞർ രംഗത്ത് വരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 29ാമത് കേരള സയൻസ് കോൺഗ്രസ് തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. KPCC നേതൃയോഗത്തിന് ശേഷം സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഡോക്ടറുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രധാന തെളിവുകൾ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നിട്ടുമുണ്ട്. സഹപാഠികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കുറ്റക്കാർക്കെതിരെ ഗൗരവമേറിയ വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. തികഞ്ഞ അലംഭാവമാണ് പോലീസ് ഈ കാര്യത്തിൽ കാണിക്കുന്നത്. സ്വന്തം മകൻ്റെ ദാരുണമായ അന്ത്യത്തിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന ജിഷ്ണുവിൻ്റെ മാതാപിതാക്കളുടെ വേദനാജനകമായ അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ജിഷ്ണുവിൻ്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ കുറ്റമറ്റ അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകണം. ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ഇതോടൊപ്പം പഞ്ചായത്ത് രാജിനെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാ പ്രമേയങ്ങളുടെയും പകർപ്പ് നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് യോഗത്തിൽ വിശദമായ ചർച്ചകൾക്ക് സമയമുണ്ടായില്ല. 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി KPCC നിർവാഹക സമിതി ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം നിർവാഹക സമിതി 2 തവണ ചേർന്നെങ്കിലും ഇപ്പോൾ ട്രിവാൻഡ്രം ലോ അക്കാദമിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശനം നടത്തുകയാണ്. സമരപ്പന്തലിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക്. ക്യാമറ ബാക്കോട്ട് സമരം പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സമരം നടത്തുന്ന നേതാക്കളെ കാണാനായി കോടിയേരി ബാലകൃഷ്ണൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉപസമിതി വളരെ ഗുരുതരമായ കോളേജിനെതിരെ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടി നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടിയേരിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. സമരം നടത്തുന്ന പ്രവർത്തകരുമായി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്.
സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, എം വി ഗോവിന്ദൻ മാസ്റ്റർ, വി ശിവൻകുട്ടി, പി കെ ശ്രീമതി, ആനവർ നാഗപ്പൻ തുടങ്ങിയവരും കോടിയേരിക്കൊപ്പം ഉണ്ട്. അവിടെ എസ്എഫ്ഐയുടെ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ലോ അക്കാദമിയിൽ സന്ദർശനം നടത്തുന്നത്. സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. അതീവ ഗുരുതരമായ ക്രമക്കേടുകളാണ് കോളേജുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ സമരപന്തലിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം വി ശിവൻകുട്ടി, ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പി കെ ശ്രീമതി, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. മറ്റ് CPIM പ്രവർത്തകരും ഉൾപ്പെടെയാണ് സമരപന്തലിൽ വിദ്യാർത്ഥികളെ സന്ദർശിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. സമരം ഇന്നിപ്പോൾ 18ാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതിനെതിരെയാണ് സമരം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സമരം ചെയ്യുന്ന പ്രവർത്തകരെ കാണാനായി സമരപന്തലിൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം സിൻഡിക്കേറ്റ് ഉപസമിതി വളരെ ഗൗരവതരമായ കണ്ടെത്തലുകൾ കൂടി ലോ അക്കാദമിക്കെതിരെ നടത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, സിൻഡിക്കേറ്റ് നടപടിയിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ സന്ദർശനവും എന്നതും ശ്രദ്ധേയമാണ്. കടുത്ത ചട്ടലംഘനങ്ങൾ കോളേജിൽ നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് ഉപസമിതി സിൻഡിക്കേറ്റിന് മുമ്പാകെ റിപ്പോർട്ടായി നൽകിയിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണനും മറ്റും CPIM നേതാക്കളും ഇപ്പോൾ സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. സമര വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടൽ വേണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഉപസമിതിയുടെ ലോ അക്കാദമിയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച കേരള സർവകലാശാല നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായി. ഈ റിപ്പോർട്ട് ഉപസമിതി സിൻഡിക്കേറ്റിന് കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുകയും ചെയ്തു സിൻഡിക്കേറ്റ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമലംഘനങ്ങൾക്ക് കൃത്യമായ തെളിവുകളുണ്ട് എന്നതായിരുന്നു ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അക്കാദമി പ്രിൻസിപ്പലിന്റെ സ്വജനപക്ഷപാതത്തിന് തെളിവുണ്ട്. ഗുരുതരമായ ചട്ടലംഘനങ്ങൾ പ്രിൻസിപ്പൽ നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ സിൻഡിക്കേറ്റിന് നൽകിയിട്ടുള്ളത്. ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യാനാണ് ഉപസമിതി റിപ്പോർട്ടിൽ ശുപാർശ നൽകിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമര പന്തലിലേക്ക് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റ് CPM നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുടെ സന്ദർശനം. സമരം ഇന്ന് 18ാം ദിവസം പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് നാനാഭാഗത്തു നിന്നും ഉയരുന്നത് ഈ ഒരു വിഷയത്തിൽ, ലോ അക്കാദമി വിഷയത്തിൽ. ആദ്യം മുതൽക്ക് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നൊരു ആവശ്യം തന്നെയായിരുന്നു ഉയർന്നിരുന്നത്. ഇപ്പോൾ ഉപസമിതിയുടെ റിപ്പോർട്ടിലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. ഉപസമിതി അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, സമരം ഇപ്പോൾ 18ാം ദിവസം പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, പ്രത്യേകിച്ച് ഉപസമിതിയുടെ റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി എന്തൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ സന്ദർശന ഉദ്ദേശം, എന്താണ് വിവരങ്ങൾ? സൗമ്യ, ലോ അക്കാദമി സമരം 18ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്
CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സമരപന്തൽ സന്ദർശിക്കുന്നത്. പ്രകടനമായെത്തിയ വിദ്യാർത്ഥികൾ കോടിയേരി ബാലകൃഷ്ണന് വീരോചിതമായ വരവേൽപ്പാണ് നിലവിൽ ലോ അക്കാദമിയിൽ നൽകിയത്. CPIM-ന്റെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും കോടിയേരി ബാലകൃഷ്ണനോടൊപ്പം ഉണ്ട്. അവർ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ആദ്യം SFIയുടെ സമരപന്തലാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കുന്നത്. അവിടെയുള്ള വിദ്യാർത്ഥികളുമായി നിലവിലുള്ള കാര്യങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം, ഇന്ന് സിൻഡിക്കേറ്റിന്റെ യോഗം തന്നെ ചേർന്ന് ഈ കാര്യത്തിൽ കോളേജിന്റെ അഫിലിയേഷൻ ഉണ്ടാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരം കൂടുതൽ രൂക്ഷമാകും എന്ന സൂചന തന്നെയാണ് നിലവിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. നേരത്തെ ഈ സമരത്തിന് അനുഭാവം ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പ്രിൻസിപ്പലിന്റെ പിടിവാശി ഉപേക്ഷിക്കണമെന്നും മാനേജ്മെന്റ് പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും നേരത്തെ തന്നെ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കോടിയേരി ബാലകൃഷ്ണൻ കാണും. അത്തരത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സമരപന്തൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ SFIയുടെ സമരപന്തൽ സന്ദർശിച്ച കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയത്തിന് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. സൗമ്യ. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. അതിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ SFIയുടെ സമരപന്തൽ സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് സമരം ഇന്നിപ്പോൾ 18ാം ദിവസം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് വളരെ ഗൗരവതരമായ ചട്ടലംഘനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി സിൻഡിക്കേറ്റിന് മുന്നിൽ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ സന്ദർശനം. നേരത്തെ തന്നെ CPIM നേതൃത്വം സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. അനുഭാവം പ്രകടിപ്പിച്ച് എല്ലാ പിന്തുണയും ഈ സമരത്തിന് അറിയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് സമരപന്തൽ സന്ദർശിച്ചിരിക്കുന്നത്. ലോ അക്കാദമിയിൽ ഗൗരവതരമായ ക്രമവിരുദ്ധ കാര്യങ്ങൾ, ചട്ടലംഘനങ്ങൾ, നിയമലംഘനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെതിരെ കടുത്ത നടപടി വേണം എന്ന ശുപാർശ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് ഉപസമിതി സിൻഡിക്കേറ്റിന് മുന്നിൽ നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഒരു സന്ദർശനം കൂടി ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് ഒരു വളരെ ഗൗരവതരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ CPIM നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സമരം വളരെ ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. നടപടി ശക്തമായി തന്നെ ഉണ്ടാകണം എന്നൊരു ആവശ്യം തന്നെയാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ രണ്ടാഴ്ചയിലധികമായി ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന പ്രക്ഷോഭണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വിദ്യാർത്ഥി പിന്തുണ നൽകിക്കൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി കൂടിയാലോചിച്ച് ഒത്തുതീർപ്പിലാക്കാനും കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഇക്കാര്യത്തിൽ ഒരു സ്വകാര്യ മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ ലോ അക്കാദമി ലോ കോളേജിന്റെ മാനേജ്മെന്റ് വിട്ടുവീഴ്ച സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ രമ്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇടപെടുകയാണ് വേണ്ടത്. മുൻകാലങ്ങളിലെല്ലാം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായ സന്ദർഭത്തിൽ ആ കാലത്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുത്ത പാരമ്പര്യമുള്ള ലോ അക്കാദമി ലോ കോളേജിന്റെ മാനേജ്മെന്റ് ഈ കാര്യത്തിലും ഇടപെടുകയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില സ്വാശ്രയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി ഉയർന്നു വരുന്നൊരു പരാതി, കോളേജ് അധികൃതന്മാർ ഇന്റേണൽ അസസ്മെന്റ് സമ്പ്രദായം ദുരുപയോഗപ്പെടുത്തുന്നു എന്നും
തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് കൊടുക്കുകയും തങ്ങൾക്ക് വിധേയരല്ലായി നിൽക്കുന്ന വിദ്യാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്ന ആക്ഷേപം. ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ്, ചിലർക്ക് ക്ലാസ്സിൽ ഹാജരാകാതെ തന്നെ അറ്റൻഡൻസ് കൊടുക്കുകയും ചിലർക്ക് ക്ലാസ്സിൽ ഹാജരായാൽ അറ്റൻഡൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വൈര്യനിര്യാതന സമീപനം ചിലരോട് സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കോളേജിൽ ഒരിക്കലും ഉയർന്നു കേൾക്കാത്ത ചില പരാതികളും ഇവിടെ ഉയർന്നു വന്നു എന്നത് നമ്മുടെ സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്ന ചില ആക്ഷേപങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ യൂണിവേഴ്സിറ്റി ഒരു പരിശോധനാ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഗവൺമെന്റും ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ പരിശോധനാ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി ഈ തീരുമാനം ഉണ്ടാക്കാൻ മുൻകൈ എടുക്കണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ട് ഒരു ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. തുടർന്നും ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് സർവകലാശാലയും വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഇടപെട്ട് ഈ പ്രശ്നത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാക്കണം. മറ്റ് കോളേജുകളുമായി ഉയർന്നു വന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം ആക്ഷേപങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഒരു ഓംബുഡ്സ്മാനെ നിശ്ചയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഓംബുഡ്സ്മാനെ ഉടനെ നിശ്ചയിച്ച് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ആക്ഷേപങ്ങളും ആ ഓംബുഡ്സ്മാന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും കോളേജുകൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിക്കേണ്ടത്. ലോ അക്കാദമി ലോ കോളേജിലെ പ്രശ്നം ഒരു വിദ്യാർത്ഥി പ്രശ്നമായി കണ്ട് പരിഹരിക്കാൻ തയ്യാറാവണം. ഇതിനൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനുള്ള അത്തരം ശ്രമങ്ങൾക്ക് നേരെ ജാഗ്രത പാലിക്കണം. ഈ സമരത്തെ ഒരു SFI വിരുദ്ധ സമരമാക്കി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാനും ചില കേന്ദ്രങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത്തരം ശ്രമത്തിൽ ആരും പങ്കാളികളാകേണ്ടതില്ല. ഒരു SFI വിരുദ്ധ പ്രസ്ഥാനം ഈ കോളേജിൽ സംഘടിപ്പിച്ച് മുതലെടുപ്പ് നടത്താനുള്ള SFI വിരുദ്ധ സംഘടന നീക്കത്തെ കരുതിയിരിക്കണം. ഈ കോളേജ് SFIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. എല്ലാ കാലത്തും SFI ശക്തമായ സാന്നിധ്യം തെളിയിക്കുന്ന ഒരു കോളേജാണ്. ആ സ്വാധീന മേഖല തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചില ഗൂഢശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരായി വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കേണ്ടതും ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ഫാസിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് ആധിപത്യം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് ഈ സമരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി കണ്ട്, കോളേജിന്റെ പ്രശ്നങ്ങളായി കണ്ട് അതിനിടപെടുകയാണ് വേണ്ടത്. അതിന് പകരം ഇതിനെ ഒരു രാഷ്ട്രീയ സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം അത് കരുതിയിരിക്കുകയും വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുകയും വേണം. അതിനാവശ്യമായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. ഈ സമരം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ എല്ലാവരും ഒന്നിച്ചു എന്ന് പ്രവർത്തിക്കണം. വിദ്യാർത്ഥി സമരങ്ങൾ എല്ലാം വിജയിച്ച സമരങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരവും നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭണത്തെ വിജയത്തിലേക്ക് എത്തിക്കണം. സമാധാനപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സമാധാനപരമായ മാർഗങ്ങളിൽ കൂടി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനമായിരിക്കണം വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കേണ്ടത്. പ്രകോപനങ്ങളിൽ പെട്ടുപോകരുത്. ചിലർ പ്രകോപനം ഉണ്ടാക്കി വിദ്യാർത്ഥികളെ അക്രമത്തിലേക്ക് തള്ളിവിടും. അതിലൊന്നും പെട്ടുപോകാം. കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഈ ആവശ്യത്തിന് മുന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രവർത്തകന്മാരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഇതിനു മുമ്പ് സമരം നടത്തിയിട്ടുള്ള, നിരാഹാര സമരം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥി സഖാക്കളെയും
ഇന്ന് നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സഖാവ് വൈഷ്ണവിനെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ കേരള മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ബഹുമാനിയായ എംപിയുമായ സഖാവ് സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. വളരെ ഗൗരവപരമായി തന്നെ ഈ വിഷയം കാണുന്നുവെന്നും ഇതിൽ എല്ലാ പിന്തുണയും എസ്എഫ്ഐയുടെ സമരത്തിന് എല്ലാ പിന്തുണയും അറിയിക്കുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒപ്പം തന്നെ കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണം, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, അങ്ങനെ ഈ സർക്കാർ കൂടി ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. ജീവൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി പറഞ്ഞത് ഈ സമരവുമായി ബന്ധപ്പെട്ടപ്പം ലോ അക്കാദമിയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്? സൗമ്യമുള്ള കൃത്യമായ വാക്കുകളിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ സമരം ഒരു രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ആരും ഉപയോഗിക്കേണ്ടതില്ല. കാരണം ഈ കോളേജിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. SFIയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾ ചില രാഷ്ട്രീയമായ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു വിദ്യാർത്ഥി സമരമാണെന്നിരിക്കെ അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്പസമയത്തിനകം വീണ്ടും പോകാം. മാനേജ്മെന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച നടത്തണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. SFIയുടെ 18ാം ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ലോ അക്കാദമിയിലെത്തി SFIയുടെ സമരപന്തലിലെത്തി വിദ്യാർത്ഥികൾക്ക്, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശനം നടത്തിയത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി സംസാരിച്ച അദ്ദേഹം സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവതരമായി ഇടപെടണം, അടിയന്തരമായി ഇടപെടണം എന്ന കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് ഉപസമിതി ഈ ഒരു വിഷയത്തിൽ, ലോ അക്കാദമിയിലെ വിഷയത്തിൽ വളരെ ഗൗരവതരമായ ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തൽ കൂടി നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് SFI സമരപന്തലിലെത്തി വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. V. ശിവൻകുട്ടി, ആനാവൂർ നാഗപ്പൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, PK ശ്രീമതി തുടങ്ങിയവരും കോടിയേരി ബാലകൃഷ്ണനൊപ്പം സമരപന്തൽ സന്ദർശിച്ചു. കോളേജ് മാനേജ്മെന്റ് വിട്ടുവീഴ്ച ചെയ്യണം എന്നതാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ. പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും വലിയ ചില ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഉപസമിതിയുടെ ഒരു കണ്ടെത്തലിന്റെ കൂടി പശ്ചാത്തലത്തിൽ കോളേജ് മാനേജ്മെന്റ് വിട്ടുവീഴ്ച നടത്തണം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഇടപെടൽ നടത്തണം എന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സമരത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനുള്ള നീക്കങ്ങളെ ജാഗ്രതയോടെ കാണണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ അദ്ദേഹം അറിയിച്ചു. സമരം ഇന്നിപ്പോൾ 18ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരങ്ങളെല്ലാം SFI നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം വിജയം കണ്ടിട്ടുണ്ട്. ഈ ഒരു സമരവും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാനേജ്മെന്റിനെതിരെ, പ്രത്യേകിച്ച് പ്രിൻസിപ്പലിനെതിരെ ഗൗരവതരമായ ചില വിഷയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഇനിയുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉടനടി തന്നെ അത്തരത്തിലുള്ളൊരു നടപടി കോളേജ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാക്കണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ലോ അക്കാദമിയിലെ വിഷയങ്ങൾ പരിഹരിക്കണം എന്നും അദ്ദേഹം ഇന്ന് ആവശ്യപ്പെട്ടു. SFIയുടെ സമരപന്തലിലെത്തിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ലോ അക്കാദമിയിലെ വിഷയങ്ങൾ അദ്ദേഹം സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ അറിയിച്ചത്. പ്രത്യേകിച്ച് ഉപസമിതി റിപ്പോർട്ട് ഇപ്പോൾ സിൻഡിക്കേറ്റിന് മുന്നിലാണ് ഉള്ളത്. ഇനി ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റാണ് നടപടി എടുക്കേണ്ടത്. മാനേജ്മെന്റ് എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നതും ഗൗരവതരമായിരിക്കും. ഈ ഒരു വിഷയത്തിൽ പരീക്ഷാ മേൽനോട്ട ചുമതലയിൽ നിന്ന് പ്രിൻസിപ്പൽ മാറി നിൽക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ, എന്നൊരു ശുപാർശ കൂടിയാണ് ഉപസമിതി
സിൻഡിക്കേറ്റിന് മുൻപാകെ വെച്ചിട്ടുള്ള റിപ്പോർട്ടിലുള്ളത്. കാരണം വളരെ ഗൗരവതരമായ ചില ചട്ടലംഘനങ്ങൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉപസമിതി നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി വിദ്യാർത്ഥികളിൽ നിന്നുകൂടി പരാതികൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ ലോ അക്കാദമി കേന്ദ്രീകരിച്ചുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടി സിൻഡിക്കേറ്റിന് മുന്നിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ക്യാമറ വെക്കണ്ട, ഇച്ചിരി മാറി പതുക്കെ വെച്ചാൽ നടത്തിയത്. അദ്ദേഹത്തോടൊപ്പം വി ശിവൻകുട്ടി, ആനാവൂർ നാഗപ്പൻ, എം വി ഗോവിന്ദൻ മാസ്റ്റർ, പി കെ ശ്രീമതി തുടങ്ങിയ നേതാക്കളും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ച ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. ഇതൊരു വിദ്യാർത്ഥി സമരമാണ്. ആ വിദ്യാർത്ഥി സമരത്തെ നയിക്കാനും അതിനെ വിജയിപ്പിക്കാനുമുള്ള കരുത്തുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അവർക്ക് സ്വതന്ത്രമായിട്ട് തന്നെ SFIക്ക് ഇത് ചെയ്യാൻ സാധിക്കും. SFIക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്ന് SFI നേതൃത്വം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ പാർട്ടി ആ കാര്യത്തിൽ ഇടപെടും. ഇപ്പം അങ്ങനെ ഇടപെടേണ്ടത് യാതൊരു സാഹചര്യവുമില്ല. ഇവർ തന്നെ നല്ല ശക്തമായ വിദ്യാർത്ഥി സഹാക്കളാണ്. എന്തിനു തയ്യാറാകുന്ന വിദ്യാർത്ഥികളാണ് SFIയുടെ വിദ്യാർത്ഥികൾ. അവർക്ക് തന്നെ സമരത്തെ വിജയിപ്പിക്കാൻ അറിയാം. ഇതിൻ്റെ അകത്ത് VS ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തി പറഞ്ഞത് അനധികൃതമായി സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ്. അത് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അത് മറ്റൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ആദ്യം വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ളതാണ് ഇതിൽ ആവശ്യം. അതിനാണ് ഞങ്ങൾ ആദ്യം പരിഗണന കൊടുക്കുന്നത്. അതെ, എല്ലാ പാർട്ടികൾക്കും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, അത് വിദ്യാർത്ഥി സമരത്തിന്റെ ഒരു ആവശ്യമല്ലത്. വിദ്യാർത്ഥി സമരത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. ശരി, ഇത് ഒത്തുതീർപ്പാക്കാൻ 2 ദിവസത്തിനകത്ത് ഇടപെടണമെന്ന് രാവിലെ AF-ന്റെ സമരം ഉൾക്കൊള്ളുന്നു. അതെ, അങ്ങനെ ഓരോരാൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ. ആവശ്യപ്പെടാൻ പാടില്ലെന്ന് ഞങ്ങൾ പറയേണ്ട കാര്യം എന്താ? അവരുടെ ആവശ്യം അവർ ഉന്നയിക്കട്ടെ, ഞങ്ങളുടെ കാര്യം ഞങ്ങളും പറയുന്നു. ഇത് CPIയും CPM-ഉം തമ്മിലൊരു തർക്കം ഇതിനകത്തില്ല. ഈ ലോ അക്കാദമി വിഷയം LDF ചർച്ച ചെയ്യും. LDF ചേരുമ്പോൾ ചർച്ച ചെയ്യും. അല്ല, ഇതിനു വേണ്ടി ചേരില്ല. അല്ല, അതിനായിട്ട് പ്രത്യേകം ചേരേണ്ട അത്ര ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഇത് വന്നിട്ടില്ല. ഇപ്പൊ ഈ പ്രശ്നം വിദ്യാർത്ഥി സമരമാണ്. ആ വിദ്യാർത്ഥി സമരത്തെ രാഷ്ട്രീയ സമരമാക്കാനുള്ള BJPയുടെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ കണിയിൽ ഏതായാലും ഞങ്ങൾ വീഴാൻ പോകുന്നില്ല. അതൊരു വിദ്യാർത്ഥി സമരം നടക്കുമ്പോൾ അതിനകത്തുള്ള മുദ്രാവാക്യത്തിന്റെ പേര് അവരെന്തൊക്കെ പ്രതികരണം നടത്തുന്നതിന് ഞങ്ങളിപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നിലപാടെടുക്കേണ്ട പ്രശ്നമാണ്. ചർച്ച നടത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടല്ല, വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടാണ് പ്രശ്നം തീർക്കേണ്ടത്. അല്ല, ആ വിദ്യാർത്ഥി സമരം ഇപ്പൊ തുടങ്ങിയതല്ലേ. ഈ ഭൂമി ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് ഒരുപാട് കൊല്ലമായില്ലേ, 50 വർഷമായില്ലേ. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെയാണ് വന്നത്? അല്ല, അതിനൊന്നും വേണ്ടിയിട്ടല്ല ഈ വിദ്യാർത്ഥി സമരം. ഈ വിദ്യാർത്ഥി സമരത്തിൽ ആ ഉന്നയിക്കാത്ത പ്രശ്നം നിങ്ങൾ കൂട്ടിക്കുവച്ച് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റണ്ട. ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം അവർക്ക് തന്നെ പരിഹരിക്കാൻ അറിയാം. നിങ്ങൾ ഇടപെട്ട് ഇത് കൊളാക്കാതിരുന്നാൽ മതി. ശരി.